ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ നൽകിക്കൊണ്ടുള്ള കോടതി വിധിയിൽ പ്രതികരിക്കുകയാണ് മകൻ സജീവ് വസീദ്. ബംഗ്ലാദേശിലെ ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനുസിന് തൻ്റെ അമ്മയെ കൊല്ലുക എന്നത് പോയിട്ട് ഒന്ന് തൊടാൻ പോലും കഴിയില്ലെന്നാണ് സജീവ് വസീദ് പറയുന്നത്. തൻ്റെ അമ്മയ്ക്ക് ലഭിച്ചത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ വിധിയാണെന്നും അവർക്ക് അമ്മയെ പിടിക്കാൻ പോലും സാധിക്കില്ല, നിയമപ്രകാരം ഈ കേസ് നിലനിൽക്കുകയില്ലെന്നും ഇത് തള്ളിപ്പോകുമെന്നും ഷെയ്ഖ് ഹസീനയുടെ മകൻ പറയുന്നു. ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനുസിന് ലഭിച്ച നോബൽ സമ്മാനം പിൻവലിക്കണമോ എന്ന ചോദ്യത്തിന് അത് പലപ്പോഴും ലോബിയിങ്ങിലൂടെ ലഭിക്കുന്നൊരു സമ്മാനമാണെന്നും മുഹമ്മദ് യൂനുസ് ഇപ്പോൾ ബംഗ്ലാദേശിനെ ഒരു ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രമാക്കി മാറ്റുകയാണെന്നും സജീവ് വസീദ് ആരോപിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാ കാലത്തും ഭരണഘടനയും രാജ്യത്തെ നിയമവുമാണ് പിന്തുടരുന്നത്. ഹസീനയെ സംരക്ഷിക്കാൻ BJP ചെയ്തതുപോലെ തന്നെയാകും കോൺഗ്രസ് ആണെങ്കിലും ചെയ്യുന്നത്. ഇത് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയും നിയമവും എത്ര ശക്തമാണ് എന്നതിന് തെളിവാണ്. ട്രൈബ്യൂണലിൽ 17 ജഡ്ജിമാരെ പുറത്താക്കി പുതിയതായി നിയമിച്ച ജഡ്ജിക്ക് ഹസീനയോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ടെന്നും വസീദ് പറയുന്നു. ഹസീനയ്ക്ക് സ്വന്തം അഭിഭാഷകനെ നിയമിക്കാനുള്ള അനുമതി പോലും നൽകിയില്ലെന്നും ട്രൈബ്യൂണൽ തന്നെ ഒരു അഭിഭാഷകനെ നിയമിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ സമയത്തുണ്ടായ വിദ്യാർത്ഥികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വധശിക്ഷ വിധിച്ചത്. നവംബർ 18-നകം ഹസീനയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാണ് ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിലെ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഗുലാം മുർത്തൂസ മജുംദാറിൻ്റെ ഉത്തരവ്. എന്നാൽ രാജ്യവ്യാപകമായി നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം തേടുകയായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീന റിപ്പോർട്ടുകൾക്ക് ശേഷം പൊതുവേദികളിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. ഡൽഹിയിലുള്ള ഒരു സൈനിക താവളത്തിൽ എത്തിയതായാണ് ഹസീനയെക്കുറിച്ചുള്ള അവസാന വിവരം. ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന നേതാവാണ് ഷെയ്ഖ് ഹസീന. രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മകളാണ് ഹസീന. ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായ അതേ വർഷം 1947-ലായിരുന്നു ഹസീനയുടെ ജനനം. കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിച്ച് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമാക്കിയ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാനാണ്. ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ മുജീബ് റഹ്മാൻ എല്ലാ സഹായവും നൽകിയതും വിജയത്തിലേക്ക് എത്തിച്ചതും ഇന്ത്യയാണ്. 1975-ലെ പട്ടാള അട്ടിമറിയിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഉൾപ്പെടെ കുടുംബത്തിലെ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടപ്പോൾ ജർമ്മനിയിലായിരുന്നു ഹസീനയും സഹോദരിയായ രഹാനയും. അന്നും ആരുമില്ലാതായ ആ സഹോദരിമാർക്ക് 6 വർഷം അഭയം നൽകിയത് ഇന്ത്യയാണ്. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ അന്ന് അവരെ ഡൽഹിയിൽ കാത്തു സൂക്ഷിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയോടുള്ള ആ കടപ്പാട് എക്കാലവും ഹസീന ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. പിന്നീട് 1981-ൽ അവർ ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തി അവാമി ലീഗിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ പോരാട്ടം നയിച്ചു. അതിവേഗം ജനകീയ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലേക്ക് എത്തുകയും ചെയ്തു. 1996-ൽ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹസീന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി. ഇന്ത്യയുമായി മികച്ച സഹകരണമായിരുന്നു അക്കാലത്ത്. 2001-ൽ അധികാരം നഷ്ടപ്പെട്ടെങ്കിലും 2009-ൽ വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. പിന്നീട് 2024 വരെ തുടർച്ചയായി അധികാരത്തിലുണ്ടായിരുന്നു. രാജ്യത്തിനായി ഹസീന ഏറെ നല്ല കാര്യങ്ങൾ ചെയ്തപ്പോഴും വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാന ഭാഗമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭവും പിന്നെയുള്ള നാടുവിടലും.